കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വൈപ്പിനിലെ പള്ളിപ്പുറത്തുള്ള ഒരു കോട്ടയാണ് പള്ളിപ്പുറം കോട്ട അഥവാ പള്ളിപ്പോർട്ട് കാസ്റ്റലോ എൻസിമ. 1503 സെപ്റ്റംബർ 27 പോർച്ചുഗീസ് നാവികർ വെറും തടി കൊണ്ട് നിർമ്മിച്ചതാണ് ഇത്. പിന്നീട് 1505 തടിഘടനയ്ക്ക് പകരം കല്ല് ഉപയോഗിച്ച് നവീകരിച്ചു. ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും പഴയ യൂറോപ്യൻ കോട്ടയാണിത്. 1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും 1789 തിരുവിതാംകൂർ രാജ്യത്തിന് വിറ്റഴിക്കുകയും ചെയ്തു. വൈപ്പിൻ ദ്വീപിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഷഡ്ഭുജാകൃതിയിലാണ്. അയീക്കോട്ട അല്ലെങ്കിൽ ആലിക്കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രൂപമാണിത്. ഈ കോട്ടയിൽ നിന്ന് കോട്ടപ്പുറത്തെ കൊടുങ്ങല്ലൂർ നദിയിലൂടെ ഒരു തുരങ്കമുണ്ട്. ടിപ്പുവിന്റെ അധിനിവേശവുമായി ബന്ധപ്പെട്ട് ഈ ദേവാലയത്തിന് ഒരു ഐതിഹ്യം പറയാനുണ്ട്. 1789 ടിപ്പു ചാലക്കുടി പുഴ കടന്ന് തിരുവിതാംകൂർ കീഴടക്കാൻ ഒരുങ്ങിയ സമയം ഇവിടുത്തെ നാട്ടുകാരെല്ലാം ടിപ്പുവിന്റെ ആക്രമണത്തെ ഭയന്ന് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. മാതാവിന്റെ അത്ഭുത പ്രവൃത്തിയാൽ ആ സ്ഥലം മുഴുവൻ കോടമഞ്ഞ് നിറഞ്ഞു. കോടമഞ്ഞ് നിറഞ്ഞ പരിസരം അറബിക്കടലാണെന്ന് വിചാരിച്ച് ടിപ്പുവിന്റെ പടയാളികൾ പിന്തിരിഞ്ഞു എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഈ മാതാവ് മഞ്ഞുമാത എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. എല്ലാ വർഷവും ജൂലൈ 30 മുതൽ മാതാവിന്റെ അമലോത്ഭവ ദിനമായ ആഗസ്റ്റ് 15 വരെയാണ് ഈ പള്ളിയിൽ ആഘോഷം. ആഗസ്റ്റ് 5-നാണ് പ്രധാന തിരുനാൾ. നീന്തൽക്കാരുടെ പരദീസ എന്നറിയപ്പെടുന്ന കടൽ തീരം എറണാകുളം നഗരത്തിന് സമീപമുള്ള വൈപ്പിൻ ദ്വീപിന്റെ ഭാഗമാണ്. തീരം അതിലിടുന്ന തെങ്ങിൻ തോപ്പുകളും കടലോരത്തെ ചീനവലകളും ചെറായി കടൽ തീരത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. സ്വാദേറിയ കടൽ വിഭവങ്ങൾ ലഭിക്കുന്ന തട്ടുകടകൾ ധാരാളമുണ്ട് ഇവിടെ. ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനുകളെയും കാണാം. ധാരാളം വിനോദസഞ്ചാരികൾ എത്താറുണ്ട് ഇവിടെ. വർഷം തോറും ബീച്ച് ടൂറിസം നടക്കാറുണ്ട്.